ഇത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് മാവ് എടുത്ത ശേഷം ഇത് ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അല്പം മൈദപ്പൊടി വിതറിയ ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിക്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ പരത്തുമ്പോൾ പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊട്ടിപ്പോവുകയാണെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ സ്റ്റഫിങ് വെളിയിൽ വരും. അതുകൊണ്ട് കുറച്ച് ഒന്ന് കട്ടിയിൽ പരത്തിയാലും കുഴപ്പമില്ല. പക്ഷേ ഓപ്പൺ ആവാതെ വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇതേപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം.